ഹലോ ഗൈസ്, നമുക്കിന്നൊരു ടേസ്റ്റി ആൻഡ് സ്പൈസി ബീഫ് റോളിൻ്റെ റെസിപ്പി കണ്ടാലോ. അതിനായിട്ടൊരു കുക്കറിൽ മസാലക്കാശായിട്ടുള്ള ബീഫും കുറച്ച് ഉപ്പും മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കുറച്ച് വെള്ളവും ചേർത്ത് വേവിക്കാൻ വെക്കാം. ഒരു 5-6 വിസിലടിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഒരു മിക്സി ജാറെടുത്ത് അതിൽ ദോശക്കാവശ്യമായ മൈദപ്പൊടിയും മുട്ടയും ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി ബ്ലെൻഡ് ചെയ്യാം. അടിച്ചെടുത്ത മിക്സ് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിനാവശ്യമായിട്ട് മസാല തയ്യാറാക്കാം. അതിനായിട്ടൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടായതിനു ശേഷം 3 ഉള്ളി ചോപ്പ് ചെയ്തതും 1 ടീസ്പൂൺ ഉപ്പും ഒരു പച്ചമുളക് ചോപ്പ് ചെയ്തതും വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെക്കാം. ഉള്ളി നന്നായി വെന്ത് വന്നാൽ തീ ലോ ഫ്ലെയിമിൽ വെച്ച് മഞ്ഞൾപ്പൊടി, പെപ്പർ പൗഡർ, മീറ്റ് മസാല, ചിക്കൻ മസാല, ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. മസാലകളുടെ പച്ചമണം മാറിയാൽ കറിവേപ്പിലയും മല്ലിച്ചപ്പും വേവിച്ച് ഷ്രെഡ് ചെയ്ത് വെച്ച് ബീഫും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ശേഷം ദോശ ചുട്ടെടുക്കാം. നല്ല നൈസായിട്ട് വേണം ദോശ ചുട്ടെടുക്കാൻ. എന്നാൽ മാത്രമേ റോളിന് നല്ല പെർഫെക്റ്റ് ടെക്സ്ചറും ടേസ്റ്റും കിട്ടുള്ളൂ. ദോശയുടെ 2 സൈഡും വെന്തു കഴിഞ്ഞാൽ പാത്രത്തിലേക്ക് മാറ്റി മസാല വെച്ച് വീഡിയോയിൽ കാണുന്നത് പോലെ റോൾ ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കാം. ചുട്ടെടുത്ത എല്ലാ ദോശയിലും മസാല വെച്ച് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം മൈദയും ഉപ്പും വെള്ളവും ചേർത്ത് ഒരു മിക്സ് ഉണ്ടാക്കി അതിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്ത് മാറ്റിവെക്കാം. ഉണ്ടാക്കി വെച്ച എല്ലാ റോളുകളും ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് ചൂടായതിനു ശേഷം ഉണ്ടാക്കി വെച്ച റോളുകൾ ഓരോന്നോരോന്നായി ഇട്ട് കൊടുത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. കരിഞ്ഞു പോകാതെ സൂക്ഷിക്കുക. ഇതുപോലെ എല്ലാ റോളുകളും ഫ്രൈ ചെയ്തെടുക്കാം.